നവ്യ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 വീഡിയോയിലായിട്ട് ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഇടുന്നത്. അതായത് നവ്യയുടെ ഫോണിൽ നിന്നും അബി വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ശരിക്കും അബി തന്നെ മറ്റൊരു സിം കാർഡ് എടുത്തായിരിക്കും, പക്ഷെ ഇതാരും തന്നെ അറിയുന്നില്ല. അങ്ങനെ ഇത് ആദർശ് കാണാൻ വേണ്ടി തന്നെ ആദർശ് ഉള്ള സമയത്ത് അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശം തെറ്റിദ്ധരിക്കുകയാണ് ഇത് അവളുടെ കാമുകനാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അയാൾ വരുന്നുണ്ട്, ആ കാമുകൻ എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ അയാളും ഇവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇങ്ങനെ ആദർശം തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആദർശം മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. നയന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നവ്യ ഇറങ്ങി വരികയാണ്. നവ്യയുടെ മുറിയിൽ അബി ഒരു ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൊണ്ട് അവളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ഡേയ്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊന്ന് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നവ്യ വന്ന പാടെ തന്നെ അബിയുടെ ഫോണിങ്ങനെ പിടിച്ച് മേടിക്കുകയാണ്. നീ എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരാവശ്യത്തിനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇവളുടെ ഫോണ് ഇവൻ തിരിച്ച് ഫോൺ മേടിക്കാതിരിക്കാനാണ് നവ്യ ആ കാര്യം ചെയ്യുന്നത്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഇവളെന്തിനാണ് നിൻ്റെ ഫോണും കൊണ്ട് പോകുന്നതെന്ന്. എങ്ങനെ അറിയാം, എനിക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നുണ്ട്. അല്ല, ഈ ഫോണിലും കാണാം, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പം അല്ലമ്മേ, ആ ഫോണിലല്ല, ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഫോണുണ്ട് എൻ്റെ കയ്യിൽ, അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്, അതൊന്നും ഇവൾ കണ്ടുപിടിക്കാനേ പോകുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് അവന് സൂക്ഷിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും അന്ന് താനിങ്ങനെ നിർമ്മലമായിട്ടുള്ള സംസാരവും അതിങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുകയാണ്. ഇതൊക്കെ കണ്ട് നവ്യ അങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും നിർമ്മലിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ, ഈ കേസ് ആദ്യം തെളിയിക്കാമെന്നും പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. അങ്ങനെ റീസെൻ്റായിട്ട് കഴിഞ്ഞ 2 ദിവസത്തെ കോൺവെർസേഷൻ നിൽക്കുന്നുണ്ട്. അതായത് അബിയുടെ മുറിയിലേക്ക് വന്നിട്ടാണ് ജലജയും ഇവനും കൂടി കോൺവെർസേഷൻ ചെയ്തത്. പെട്ടെന്ന് തന്നെ നവ്യ സ്പീഡിൽ പോയിട്ട് ഡേറ്റാ കേബിളുമായിട്ട് ഫോണുമായിട്ട് അവിടുത്തെ TV കണക്റ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് എന്താ ഇവൾ ചെയ്യുന്നത്, ഇവളെന്നിപ്പോൾ TV ഓണാക്കുന്നതൊക്കെ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയാണ്. ജലജ ചോദിക്കുകയാണ്, എടാ ഇവൾ എന്തായി കാണിക്കുന്നത് ചോദിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്ന് പറയുന്നുണ്ട്. നമുക്കിട്ടുള്ള പണിയാണോട് ആ ഫോൺ പോയി പിടിച്ച് മേടിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഫോണിൽ ഒന്നുമില്ല അമ്മ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിശ്വസിച്ച് അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഓർക്കുകയാണ് ഇവൾ ഈ രാത്രിയിൽ എന്തിനാ ഈ TV വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ TV ഓണാക്കുമ്പോഴേക്കും കാണുന്ന എല്ലാവരും അബിനെയും ജലജനെയുമാണ്. അപ്പോഴേക്കും അബി ആ പ്ലാനിങ് മൊത്തം ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അമ്മേ, എൻ്റെ കയ്യിൽ വേറൊരു സിമ്മുണ്ട്, ആ സിമ്മ് ഞാൻ വേറെ ഫോണിലിടും, അതിൽ നിന്ന് നയനയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഇൻഫർമേഷൻ എനിക്ക് അയക്കണം, ആദർശമായിട്ട് വന്നു പറഞ്ഞാൽ ഫോണിലേക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ നയനയ്ക്കൊരു കാമുകനുള്ളതുപോലെ നമുക്ക് അഭിനയിക്കാം. അമ്മ തന്നെ ആദ്യം കുറേ നേരം ചാറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും ചെയ്ത എല്ലാ കാര്യങ്ങളും നവ്യ ആ TVയിലോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അന്ന് നവ്യയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ വെച്ച അബിക്ക് തന്നെയുള്ള കൊഴുതുകൊണ്ടുമായിരുന്നു. ശരിക്കും അബി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും തന്നെ ആ വീഡിയോ ഒന്ന് കാണുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് റീസെൻ്റായിട്ട് അവർ നമ്മൾ സംസാരിച്ചതും കാണിക്കുകയാണ്. അമ്മേ, എന്തായാലും ഇന്ന് രാത്രിയിൽ വരാൻ പറഞ്ഞ് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാളെ ഏർപ്പാടാക്കാം, ഒരു റൗഡീനെ. അങ്ങനെ അയാൾ വന്നോളും രാത്രിയിൽ. ഈ സമയത്ത് ആദർശം എന്തായാലും അവനെ ഉറപ്പായിട്ട് പിടിക്കാൻ വരും. അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു, ലക്ഷങ്ങൾ അവനെ ഞാൻ വാരി എറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് പറയും നയനയുമായിട്ട് എനിക്ക് അവിഹിതമുണ്ടെന്നും പ്രണയത്തിലാണെന്നൊക്കെ പറയും. എന്തായാലും ആദർശ് 2-3 ദിവസം കൊണ്ട് തന്നെ ആ ഫോണിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നു ണ്ട് അവൻ ഉറപ്പായിട്ടും വിശ്വസിക്കും. ആദർശ് പറഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുമല്ലോ, അതാണല്ലോ ഇവിടുത്തെ നടപടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവർ തമ്മിൽ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടണം നയനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നവീനെ ഇറക്കുക സിമ്പിളാണെന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശിന് തെറ്റ് ആദർശിനെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ നയയുടെ ഫോൺ മേടിച്ചിട്ട് വീണ്ടും ആ മെസ്സേജുകളെല്ലാം ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ശരിയാണ്, ഈ 2 ദിവസത്തിന് മുമ്പായിട്ട് യാതൊരു മെസ്സേജുകളും ആ നമ്പറിൽ നിന്നും വന്നിട്ടേ ഇല്ല. അവനെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഇവന് തിരിച്ച് റിപ്ലൈ അയച്ചതല്ലാതെ ആദ്യത്തെ 1-2 ദിവസമാണ് ജലജ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം ആദർശ് ഓഫീസിൽ പോകുന്ന സമയത്ത് 1-2 മെസ്സേജ് അയച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പോയിട്ട് നയനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും നവ്യ ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, എല്ലാവരും നയനെ എന്തുമാത്രം കുറ്റം പറഞ്ഞു, എന്തുമാത്രം ഇവളെ അവഹേളിച്ചു, ഇവളുടെ മാനത്തിന് പോലും എല്ലാവരും വില കൽപ്പിച്ചില്ലേ, ഇപ്പോൾ ഇവളെ ആർക്കെങ്കിലും ഇവളോട് ക്ഷമ ചോദിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് സ്പീഡിൽ പോയിട്ട് അബിയുടെ കാരണത്തിനിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും ജലജൻ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നവ്യമോളെ, ഇത് ഇവൻ്റെ ഫോണിലുണ്ട്, നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. നയന ഒരു തെറ്റും ചെയ്യില്ല എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു മുത്തശ്ശി. ഞാൻ മുറിയിൽ പോയി ഇരുന്നിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മുറിയുടെ ഫ്ലവർ വേസിനകത്തായിട്ട് ഒരു ക്യാമറ ഇതിന് ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഫോണോട് കണക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് എൻ്റെ മുറിയിൽ പോലും ക്യാമറ വെച്ചിരിക്കുകയാണെന്ന്. അതറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഷോക്കായി പോയെങ്കിലും അങ്ങനെയൊന്ന് അഭി ചെയ്ത് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഈ സത്യമെല്ലാം അവരുടെ വാഗുകൊണ്ട് തന്നെ വിളിച്ചു പറയേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ സ്പീഡിൽ വന്നിട്ട് ഡേറ്റാ കാർഡ് കണക്ട് ചെയ്തത്. അതല്ലെങ്കിൽ ഇവൻ ഫോൺ മേടിച്ചുകൊണ്ട് പോയാലെന്ന് ഞാനൊന്ന് പേടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്ന് അബിയും ജലജയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അവളിവിടെ നടിച്ച് പുറത്താക്കണം. അതുപോലെ തന്നെ മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അവിടെ റെക്കോർഡായിട്ടുണ്ട്. ആ കള്ളക്കളവൻ ഇനി എപ്പോൾ തട്ടിപ്പോകുന്നൊന്നും അറിയത്തില്ല. അതിന് മുമ്പായിട്ട് സ്വത്തുക്കളൊക്കെ ഒന്ന് എഴുതി മേടിക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ വീട് നമുക്ക് മേടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞതെല്ലാം അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബിയും ജലജിൽ നിന്ന് ഉരുകിക്കൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ പിടിച്ചിട്ട് അബിയുടെ കർണക്കുറ്റിയോട് നോക്കി നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയാമെന്നോ, എന്നിട്ട് എല്ലാവരും വിശ്വസിപ്പിച്ച് നീ അവളെ പുറത്താക്കാൻ ശ്രമിച്ചില്ലെന്നൊക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് ചെന്നിട്ട് അബിയെ അറഞ്ഞും മുറിഞ്ഞും തല്ലുന്നുണ്ട്. നീ ഇത്രയ്ക്കല്ലേ ഫ്രോഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല, നീ ഫ്രോഡാണെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ സ്വന്തം ഭാര്യയുടെ മുറിയിൽ ക്യാമറ വെക്കുകയും എന്നിട്ട് സ്വന്തം ഭാര്യ അനീതിക്ക് വേണ്ടിയിട്ട് ഇമ്മാതിരി ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് നീ ഏത് മനുഷ്യനാടാ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും പുതിരെ തല്ലുന്നുണ്ട്. അപ്പോഴേക്കും എന്തെങ്കിലും ചെറിയുമ്പോൾ പറയുന്നുണ്ട്, നവ്യ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും നയനമോളെ സംശയിച്ചേനെ എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജനെ ഇങ്ങോട്ട് മുത്തശ്ശി പറയുകയാണ്, ജലജ നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്ന് പറയുന്നുണ്ട്. അത് അമ്മയെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയാണ് ജലജയുടെ കാരണം അടിച്ച് പോയിക്കുന്നത്. നീ എന്താടി കരുതിയത്, ആരും ഒന്നും അറിയില്ലെന്നോ, ഇതാ പറഞ്ഞ ദൈവം ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ? നിൻ്റെ മകൻ തന്നെ ഒപ്പിച്ചു വെച്ച കുഴി തന്നെയായിരുന്നത്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ദൈവം സത്യമായുള്ള കാര്യങ്ങൾക്ക് ഒരു തെളിവ് വെക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ വിശ്വാസമായില്ലേ? ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു തെളിവ് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒന്നും വയ്യാത്ത അവസ്ഥയിൽ അബിയും ജലജ നിൽക്കുകയാണ്. അപ്പോഴേക്കും അബിയുടെ കയ്യെ പിടിച്ച് വലിച്ചോടെ മുത്തശ്ശൻ പുറത്ത് കൊണ്ട് തള്ളിയിട്ട് പറയാണ്, ഇനി നിനക്കിവിടെ സ്ഥാനമില്ല. ഈ അനന്തപുരിയിൽ ഇത്രയും നാൾ നീ കഴിഞ്ഞു. നീ എൻ്റെ ആരുമല്ലാഞ്ഞിട്ട് പോലും ഞാൻ നിന്നെ സ്വന്തം കൊച്ചുമകനെ പോലെ വളർത്തിയത്. പക്ഷേങ്കിൽ നിൻ്റെ അമ്മയുടെ മനസ്സ് ചെകുത്താന മനസ്സാ. അങ്ങനെയുള്ളവർ ഇവിടെ നിൽക്കണ്ട. ഇപ്പോൾ എല്ലാവരും തന്നെ ആ നയനമോളെ പുറത്താക്കി വിട്ടേനെ. അത്രയ്ക്ക് വലിയ കൊടും പാവമാണ് നീ ചെയ്തതെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അവനെ പുറത്താക്കുകയാണ്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് നീയല്ലേ? മകൻ ഇങ്ങനെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവളൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ തിരിപ്പിക്കാനുള്ളതിന് നീ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നതല്ലേ, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് ജലജനെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ കഥ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഡോറ് ക്ലോസ് ചെയ്യാണ്, രണ്ടുപേരെയും പുറത്തിറക്കി ഇട്ടിട്ട്. അപ്പോഴേക്കും രണ്ടുപേരും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എപ്പോഴാണ് നീ അവളുടെ മുറിയിൽ കൊണ്ട് ക്യാമറ വെച്ചതെന്ന്? അമ്മയെ അത് അന്ന് നിർമ്മലിൻ്റെ കേസിന് വേണ്ടിയിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്ത് പഠിച്ച പണിയാ അമ്മയെന്ന് പറയുന്നുണ്ട്. ആവശ്യം കഴിയുമ്പോൾ അതൊക്കെ മാറണമെന്ന് അറിയത്തില്ലേ? ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ അകത്തേക്ക് കയറുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും അത് വിഷമിക്കേണ്ട, അമ്മ ഇവിടെ ഒന്ന് നിരാഹാരം കിടന്നാൽ മതി, വേറെ ആരുടെ മനസ്സറിഞ്ഞില്ലെങ്കിലും ആ നയനെ വന്നിട്ട് ക്ഷമിച്ച് അമ്മേനെ വിളിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അകത്ത് ആദർശിന് നയനോ എന്ത് പറഞ്ഞണമെന്നറിയില്ല, ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ ആദർശികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂഷൻ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.